കറണ്ട് സിനാരിയോയിൽ ഒരു BSc അല്ലെങ്കിൽ GNM നഴ്സിംഗ് കഴിഞ്ഞൊരു ഫ്രഷറിന് സാറിന് കൊടുക്കാൻ പറ്റുന്ന കരിയർ അഡ്വൈസ് എന്തായിരിക്കും? ബേസിക്കലി ഇന്നത്തെ സിനാരിയോയിൽ ഏതൊക്കെ റിക്രൂട്ട്മെന്റ്സ് ആയിക്കോട്ടെ, ഏതൊക്കെ കൺട്രിയിലോട്ടേക്ക് ഇന്നത്തെ സിനാരിയോയിൽ ഒരു റിക്രൂട്ട്മെന്റ് നടക്കുമ്പോഴും അവിടെ മിനിമം 1 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അതിനി സൗദി ആയിക്കോട്ടെ, അതിനി UK ആയിക്കോട്ടെ, ഇനി അയർലൻഡിലോട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ന്യൂസിലാൻഡ് ആയിക്കോട്ടെ, ഓസ്ട്രേലിയ ആയിക്കോട്ടെ, ജർമ്മനിയിലായിക്കോട്ടെ, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഗൾഫ് കൺട്രീസിലും ആയിക്കോട്ടെ, എല്ലായിടത്തും 1 ഇയർ എക്സ്പീരിയൻസ് എങ്കിലും മിനിമം ഒരു കുട്ടിക്ക് ചോദിക്കുന്നുണ്ട്. വളരെ മിനിമലായിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ്സ് ചിലപ്പോൾ 6 മന്ത്സ് എക്സ്പീരിയൻസ് ഉള്ള കുട്ടികൾക്കും UK വരാറുണ്ട്, ചിലപ്പോൾ ജർമ്മനിയിലും വരാറുണ്ട്. എങ്കിൽ കൂടെയും മേജർ ചങ്ക് ഓഫ് വേക്കൻസീസ് ഇനിയിപ്പോൾ UK ആണെങ്കിലും ഏത് എംപ്ലോയേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഗൾഫിലാണെങ്കിലും 1 ഇയർ എങ്കിലും എക്സ്പീരിയൻസ് ആണ് മിനിമം ചോദിക്കുന്നത്. അപ്പോൾ എല്ലാ നഴ്സസും പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ഫസ്റ്റ് അവർ ആദ്യം ചെയ്യേണ്ട കാര്യം നല്ലൊരു ഹോസ്പിറ്റലിൽ ജോബിലോട്ട് കയറുക, ജോബ് അക്യൂർ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ.